നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. ദിവ്യവും നവ്യവുമായ ജീവൻ പകരുന്ന ജീസസ് കിഡ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്നേഹ സാഹോദര്യത്തിന്റെ അനുഭവ പാഠങ്ങളിലേക്ക് ഒരു വനസഞ്ചാരം. കാട്ടിലെ കൂട്ടുകാർ. എന്താ വിളിക്കാത്താവോ? ഈ ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇരിക്കി. അല്ല, എന്താ നിങ്ങളുടെ പേര്? മോട്ടു. നിങ്ങളുടെ പേരോ? ഗംഭീർ. എവിടെ മോട്ടിന്റെ സ്ഥലം? കുറിഞ്ഞിമല എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അല്പം അകലെയാ. ഓ, ഇന്റർവ്യൂവിന് ആദ്യമായിട്ടാണോ? എവിടെ? എത്ര ഇന്റർവ്യൂ, എത്ര സ്ഥലത്ത്. എന്റെ സ്ഥിതി അത് തന്നെയാട്ടോ. ഈ ജോലിയെങ്കിലും ഒന്ന് കിട്ടിയാ മതിയായിരുന്നു. ഞാനും ഒരുപാട് ജോലിക്ക് വേണ്ടി അലഞ്ഞിട്ടുള്ള. ഇന്റർവ്യൂവിന് വന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇന്റർവ്യൂ തുടങ്ങാൻ പോവുകയാണ്. ആദ്യം വന്നവർ ആദ്യം വരിക. ഞാനേ ആദ്യം കയറിക്കോട്ടെ? തീർച്ചയായും. അപ്പോഴേക്കും വന്നതിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കാലോ. ശരി. പ്രാർത്ഥിക്കണേ. ഇന്റർവ്യൂവിന് വന്നവർ സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ കരുതേണ്ടതാണ്. ചോദിച്ചാ മതിയായിരുന്നു. ആ വാർത്ത നമുക്ക് നാളെ കൊടുക്കേണ്ടതാ. മേ കം ഇൻ സർ? ഓ, കം ഓൺ. നമസ്കാരം സർ. ശരി, ഇരിക്കൂ. What's your name? I am Gambhir. Okay, your place? Pangilangaad. Certificates, please. Da sir. Your school certificate. Adu sir. Certificate edukku. Adu pinne. Oh. അത് ശരി. 4ാം ക്ലാസ്സും കുസ്തിയും. ഞാൻ 4ാം ക്ലാസ് കുസ്തിയല്ലേ നിങ്ങളുടെ വിദ്യാഭ്യാസം? ഞാൻ വരച്ച പടങ്ങളൊക്കെ ഇതിലുണ്ട് സർ. നോക്കൂ. പടങ്ങളോ? പടങ്ങൾ? 4ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള താങ്കൾ എന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യണമെന്നോ? അത് പിന്നെ സാർ, നിങ്ങൾക്ക് ഒരു നല്ല ചിത്രകാരനല്ലേ സാർ ആവശ്യം? ഓ, ആയിരിക്കും. പക്ഷേ എഡ്യൂക്കേഷൻ അത് ഇമ്പോർട്ടന്റാ. ഇത്തരം ആളുകളെയല്ല എന്റെ സ്ഥാപനത്തിന് ആവശ്യം. മനസ്സിലായോ? സാർ, എന്റെ പടങ്ങളൊന്ന് നോക്കൂ സാർ. ഓ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ പോലുള്ള ഒരാളെ ഈ സ്ഥാപനത്തിന് ആവശ്യമില്ല. Get out. കടന്നു പോകാനല്ല പറഞ്ഞത്. എന്നെ ദേഷ്യം പഠിപ്പിക്കാതെ. എടുത്തോട്ട് പോ. പടം വരയ്ക്കാൻ വന്നിരിക്കുന്നു. നെക്സ്റ്റ്. ഹലോ. എന്റെ ദൈവമേ,
കഴിഞ്ഞോ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? ഇത് ഫെയിലായി. അയ്യോ, സാരമില്ലെന്നേ, സങ്കടപ്പെടാതെ. എന്നാ എന്നാ ഞാൻ കേറിക്കോട്ടെ? ശരി, ഞാൻ വന്നിട്ടേ പോകാവുള്ളൂ കേട്ടോ. ശരി, നന്നായിട്ട് വാ. താങ്ക് യു. ശരി, പോയിട്ട് വരാം. എന്റെ ദൈവമേ, ഇനി എന്താ ചാച്ചി? അപ്പൊ മോട്ടു അങ്ങനെ വനഭൂമി പത്രത്തിൽ ജോലിക്ക് കയറി അല്ലേ? നല്ല കഠിനമായ ഇന്റർവ്യൂ ആയിരുന്നു. ഒരു ഭാഗ്യം. എനിക്കിന്ന് വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതെന്താ മോട്ടു? എന്റെ ഒപ്പം ഇന്റർവ്യൂവിൽ പങ്കെടുത്ത അതിസമർത്ഥനായ ഒരു ഉദ്യോഗാർത്ഥിയുടെ വേദനിപ്പിക്കുന്ന പുറത്താകല്. നല്ല കഴിവുള്ള ഗംഭീർ എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി. പക്ഷേ വിദ്യാഭ്യാസം 4ാം ക്ലാസ്സേ ഉള്ളൂ. അയ്യോ, വിദ്യാഭ്യാസം കുറഞ്ഞാൽ ഇക്കാലത്ത് ജോലി കിട്ടില്ല. അതല്ലേ അതിന്റെ രീതി. അതെ, ആ ഓഫീസില് നല്ലപോലെ ചിത്രം വരയ്ക്കുന്ന ആളുകളെയാ വേണ്ടത്. ഗംഭീർ അതിമനോഹരമായിട്ട് ചിത്രം വരയ്ക്കും. അതല്ലേ പറഞ്ഞത്, സാഹചര്യം ഗംഭീറിന്റെ പഠനം മുടക്കിയെന്നേ. അയ്യോ, അതെങ്ങനെ? ഗംഭീർ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു. ശേഷം കുടുംബഭാരം മുഴുവനും ഗംഭീറിന് ഏറ്റെടുക്കേണ്ടി വന്നു. ഈ കഥയൊക്കെ ഇന്റർവ്യൂ കഴിഞ്ഞ് പുറത്തിറങ്ങിയ എന്നെയും കാത്ത് ഗംഭീർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പാവം, വളരെ വിഷമത്തിലാ. എങ്ങനെയെങ്കിലും ഗംഭീറിനെ സഹായിക്കാൻ കഴിഞ്ഞാ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തി ആയിരിക്കും അത്. അല്ല മോട്ടോ, നമുക്ക് ഈ പപ്പീസിന്റെ റെസ്റ്റോറന്റിൽ വല്ല പണിയും സംഘടിപ്പിച്ചു കൊടുത്താലോ? അത് വളരെ ഉപകാരമായിരിക്കും അവന്. അതിനിപ്പോ ഈ ഗംഭീരനെ നമ്മൾ എവിടെ നിന്നാ കണ്ടത്? അതൊന്നും പ്രശ്നമില്ല. അഡ്രസ്സും ഫോൺ നമ്പറും തന്നിട്ടുണ്ട്. ആലോചിക്കാനില്ല, ഞാൻ അതിന്റെ ഏർപ്പാടുകളൊക്കെ ചെയ്യട്ടെ. ശരി ശരി, തീർച്ചയായും മോട്ടു. ഒരു ജീവിതം കൈപ്പിടിച്ച് ഉയർത്താൻ കഴിഞ്ഞാൽ നല്ലതല്ലേ? കൂട്ടുകാരെ, നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി. എങ്കിൽ കാണാട്ടോ. ബൈ ബൈ. ഓ, ഇനി ഫീൽ ചെയ്യാനുണ്ടല്ലോ ഒരുപാട്. ലേശം ഷെയ്ഡാവാം. വളരെ നന്നായിട്ടുണ്ടല്ലേ? ഓ സാറോ? അതെ അതെ, ഗംഭീറിന് ഈ റെസ്റ്റോറന്റിലെ പണിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ സാറേ, എനിക്ക് ആ പണി അത്ര വശമില്ലാത്തോണ്ടാ സാറേ. പപ്പീസ് ഉദ്ദേശിച്ചതേ ഗംഭീറിന്റെ ചിത്രം വരയെ കുറിച്ചാ. അത് പിന്നെ സാർ, ഞാൻ പിന്നെ ഗംഭീറിന്റെ ജീവിതം ഈ റെസ്റ്റോറന്റിൽ തീരുവാനുള്ളതല്ല. അതെ അതെ, ഗംഭീറെ, ഞങ്ങൾ ഈ റെസ്റ്റോറന്റിന്റെ ഭാഗമായി തീർന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ട്. ഈ കപിൽ ഒരു സൂപ്പർ ഷെഫാ. എന്ത് വെച്ചാലും എന്താ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ അവന്റെ കഴിവ് പാചകത്തിലൂടെ കപിൽ തെളിയിക്കുന്നു. അതെ ഗംഭീർ, നീ നല്ലൊരു ചിത്രകാരനാ. നാളെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചിത്രകാരൻ. അതല്ല, ഗംഭീറിന് ഇവിടെ ഇപ്പൊ എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതല്ല, ഈ ചിത്രരചനയ്ക്ക് ഒരുപാട് പണച്ചെലവുണ്ട്. അതും താങ്ങാനുള്ള കഴിവ് എനിക്കില്ല സാറേ. അതാണോ കാര്യം? അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്താ? അതെ ഗംഭീർ, ഗംഭീറിന് ചിത്രം വരയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്തു തരും. അത് പിന്നെ ഈ റെസ്റ്റോറന്റിൽ ജോലി കിട്ടിയതിന് ശേഷം വീട്ടിലെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നുണ്ട്. തുടർന്നും ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല ഗംഭീറേ. വളരെ നന്ദിയുണ്ട് സാറ്. എങ്കിലേ ഗംഭീറിന്റെ ചിത്രരചന തുടർന്നോളൂ. ബൈ സാർ. ബൈ. എത്ര നല്ല ആളാ. ഇനി ധൈര്യമായിട്ട് ചിത്രം വരയ്ക്കാം. വിനേ, ഗംഭീറിന്റെ ചിത്രങ്ങൾക്ക് ഭയങ്കര പേരാണ് കേട്ടോ. ടിവിയിലും പത്രത്തിലും സോഷ്യൽ മീഡിയയിലും നിറയെ പേരാ. ഇപ്പൊ ഗംഭീർ സ്റ്റാർ ആയി പോയില്ലേ? ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിങ്ങളോടൊക്കെയാ. എന്റെ മോട്ടു, ഇതൊക്കെ ഗംഭീറിന്റെ കഴിവുകളാ, അല്ലാതെ നമ്മുടെ കഴിവുകളാണോ? അവന്റെ കഴിവുകൾ പുറത്തു വരാൻ ഞങ്ങൾ കാരണക്കാരായെന്ന് മാത്രം. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് അവന് തന്നെയാ. പറഞ്ഞതാ ശരി. ദൈവം തന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവരുവാൻ ഓരോരോ വഴികൾ തന്നെത്താനെ തെളിഞ്ഞു വരും. അതാ ഞാൻ പറഞ്ഞത്,
നിങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഗംഭീറിനെ ഈ നിലയിൽ എത്തിച്ചതിന്. ഓ, നമുക്ക് കഴിയാവുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നത് വഴി ഓരോ ജീവിതങ്ങൾ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. എന്തായാലും പപ്പീസിനെ കപിലിനും ദൈവം എന്നും നല്ലതേ വരുത്തൂ, അത് ഉറപ്പാ. ഓ അതെ, നമുക്ക് ഗംഭീറിന്റെ എക്സിബിഷൻ കാണാൻ പോവാം. ശരി. വാ. ആയിക്കോട്ടെ. എന്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാ ഗംഭീറിനെ എന്റെ സ്ഥാപനത്തിൽ എടുക്കാതിരുന്നത്. ഗംഭീർ ഇപ്പൊ സ്റ്റാർ അല്ലേ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചിത്രകാരൻ. ഗംഭീറിന്റെ കഴിവുകളെ തിരിച്ചറിയാൻ എനിക്ക് ഇത്രയും കാലം വേണ്ടി വന്നല്ലോ. ഗംഭീർ താങ്കളുടെ സ്ഥാപനത്തിന് ഒരു മുതൽക്കൂട്ടാവും. എനിക്കെന്തായാലും എന്റെ തെറ്റ് തിരുത്തണം. ഗംഭീറോ നോട്ടു, ഗംഭീർ ഇത്രയും കാലം ഇവിടെ ഉണ്ടെന്ന കാര്യം എന്നോട് പറഞ്ഞില്ലട്ടോ. അത് പിന്നെ സാറേ, ഈ പപ്പീസും കപിലും ഗംഭീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി എത്തിയപ്പോ സാർ, എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് സാറിന്റെ സ്ഥാപനത്തിലെ ഇന്റർവ്യൂ. പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ അവിടെ വരാനും മോട്ടുവിനെ കാണാനും മോട്ട് വഴി ഇവരെ പരിചയപ്പെടാനും എന്റെ ജീവിതത്തിൽ മാറ്റം വരുവാനും എല്ലാം കാരണം ആ ഇന്റർവ്യൂവാ. ശരിയാ ഗംഭീരെ, വിദ്യാഭ്യാസത്തിലുപരി കഴിവുകളെ അംഗീകരിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എന്റെ തെറ്റായ ധാരണ എനിക്കൊരു നല്ല സ്റ്റാഫിനെയാണ് നഷ്ടപ്പെടുത്തിയത്. ഗംഭീർ ഇനിയും സാറിനൊപ്പം വരാൻ തയ്യാറാ. അതെ അതെ, ഒരുപാട് ചിത്രങ്ങൾ വരച്ച് ചിത്രരചനാ ലോകത്തൊരു വിപ്ലവം സൃഷ്ടിച്ച ഗംഭീറിനെ നമ്മുടെ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു. ഗംഭീർ ഇന്ന് ചിത്രകലാ ലോകത്തിന് ഒരു മുതൽക്കൂട്ടാണ്. അറിയാം, എല്ലാം എനിക്കറിയാം. ഗംഭീർ ഇനി മുതൽ നമ്മുടെ എല്ലാം സ്വത്താണ്. ഇതാ ഗംഭീറിന് എന്റെ വക ഒരു സമ്മാനം. താങ്ക് യു സാർ, താങ്ക് യു. നന്ദി എന്റെ കൂട്ടുകാരെ, എന്റെ ജീവിതത്തെ ഇത്രമേൽ ഉന്നതിയിൽ എത്തിച്ചു. നമ്മെ സൃഷ്ടിച്ച ഈശ്വരൻ അവനവന്റെ കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ നമുക്ക് അവസരം നൽകും. ആ കർമ്മം കൃത്യമായി ചെയ്തു തീർത്താൽ ഈശ്വര സന്നിധിയിൽ അവൻ എന്നും ഉന്നതനായിരിക്കും. കുസൃതിയുടെ ലോകത്തിൽ നിന്ന് വചനങ്ങളുടെ ആഴത്തിലേക്ക് പോകാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കുവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാൻ തയ്യാറായോ കൂട്ടുകാരെ? എല്ലാവരും തയ്യാറായി. ഓക്കെ, അപ്പോൾ ഈ കൂട്ടുകാർക്ക് വേണ്ടി ഇന്ന് എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? ഞാൻ ആട്ടം ആടും. ഓക്കെ, ടിങ്കു നമുക്ക് വേണ്ടി മനോഹരമായ ഒരു ഗാനം പാടാനായിട്ട് പോവുകയാണ്. ഓക്കെ, പാടിക്കോ. ഞാൻ ഈ ആട്ടം ആടട്ടെ. ഓക്കെ, എന്തിനെക്കുറിച്ചുള്ള പാട്ടായത്? ദൈവവചനത്തെക്കുറിച്ച്. ഓ, ദൈവവചനത്തെക്കുറിച്ചുള്ള പാട്ടാണ്. ഓക്കെ, പാട്. ഞാൻ ആടട്ടെ. ആ, പാട്. വേണ്ട. എന്നാ നാണയ്ക്കൊന്നും വേണ്ട. ആ, പാടങ്ങോട്ട്. ഞാൻ ആ പാട്. ഓക്കെ, 1 2 3 പറയാം. റെഡി? 1 2. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇടയ്ക്ക് ചാടി കയറി പറയുന്നു. സോറി. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ? സോറി. ആ, ഓക്കെ, ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. ദൈവവചനത്തുകൾ ഞങ്ങളുടെ ഹൃത്തിൽ ജനിച്ചിടണം. ദൈവവചനത്തുകൾ ഞങ്ങളുടെ ഹൃത്തിൽ വിതച്ചിടണം. ഓ, നല്ല പാട്ടാണ്. ഓ, നല്ല പാട്ടാ, നല്ല പാട്ട്. ദൈവവചനമാം വിത്തുകൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വിതയ്ക്കണം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ജീവനുള്ളതാണ്. ശരിയാണ്, ടിങ്കു പറഞ്ഞത് വളരെ ശരിയാണ്. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. നാം പാലിക്കേണ്ട, നാം അനുസരിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം, ഒരു ചെറിയ റോസയൊക്കെ നട്ട് കഴിഞ്ഞാൽ ചില അതിരുകൾ നമ്മൾ വെക്കാറുണ്ട്. എന്തിനാ അങ്ങനെ വെക്കുന്നത്? റോസ ചാടി പോകുന്നോണ്ടാണോ? പിന്നെ എന്താ? ആളുകൾ ശരിയാണ്, ആ റോസ മറ്റുള്ള ആളുകൾ വന്ന് എടുക്കാതിരിക്കാൻ. ദൈവത്തിൻ്റെ വചനമാകുന്ന അതിരുകൾ നാം ദിനവും ജീവിതത്തിൽ പാലിക്കണം. കാരണം അത് ജീവനുള്ളതാണ്. ഒരു ഹോട്ടലിൽ അദ്ദേഹത്തിൻ്റെ ഉടമ വളരെ വിശ്വാസിയായ ഒരാളാണ്, പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ദൈവവചനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജോലിക്കാർ തമ്മിൽ ചില വിഷയങ്ങളുണ്ടായി. അസൂയയും പിണക്കവും ഈർഷ്യയും. എന്നിട്ട് എന്താ ചെയ്തത്? അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം ആരെയും വിളിച്ചു വഴക്ക് പറയാനൊന്നും ശ്രമിച്ചില്ല. അതിന് പകരമായി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില വാക്യങ്ങളെടുത്ത്
ഈ ജോലിക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും കയറി വരുന്ന സ്റ്റെയർ കേസിലൊക്കെ എന്ത് ചെയ്തെന്നറിയാമോ? ഒട്ടിച്ചു വെച്ചു. താനൊന്നും മിണ്ടിയില്ല. ഒരു മാസം കഴിഞ്ഞു. താൻ ശ്രദ്ധിച്ചപ്പോൾ തനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ആളുകളിൽ ഉണ്ടായ പകയും പിണക്കവും എല്ലാം മാറി. എന്താ അതിൻ്റെ കാരണം? ആരാണ് അവരോട് സംസാരിച്ചത്? തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ വചനം. ഈ വരുന്ന ആളുകൾ ഇത് വായിക്കും. അവരുടെ മനസ്സിൽ കുത്തുകൊണ്ട് അവരുടെ സ്വഭാവത്തെ അവർ മാറ്റി. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. അത് നിത്യവും നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പല ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വെളിച്ചമാണ്, കണ്ണാടിയാണ്, ചുറ്റികയാണ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? അത് ഓരോന്നിനും ചില ഉപയോഗങ്ങളുണ്ട്. കണ്ണാടിയുടെ ഉപയോഗം എന്നാ? നമ്മളെ തന്നെ കാണാൻ പറ്റുന്നതാണ് അല്ലേ? അതുപോലെ ചുറ്റിക എന്തിനാണ്? ശരിയാണ്, ആകൃതിയില്ലാത്ത കല്ലുകളെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് ചുറ്റിക ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ദിനവും നാം വചനം വായിക്കുമ്പോൾ അതെല്ലാം മാറ്റി ഷെയ്പ്ലെസ്സായി നമുക്ക് ഷെയ്പ്പായി തീരുവാനായിട്ട് സാധിക്കും. നമ്മുടെ ചീത്ത സ്വഭാവങ്ങളെ എന്നും ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് നല്ല ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവവചനം എന്നും വായിക്കണം. തീർച്ചയായിട്ടും ടിങ്കു പറഞ്ഞു കേട്ടില്ലേ? ടിങ്കു എന്നും ബൈബിൾ വായിക്കും. കൂട്ടുകാരെ, നിങ്ങൾ ഈ ദൈവവചനം എന്നും വായിക്കുമോ? ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ അത് നമ്മെ സഹായിക്കും. അങ്ങളൊരു കഥ പറയാം. ഒരിക്കൽ ഒരു പട്ടണത്തിൽ ഒരുപാട് മോഷ്ടാക്കളുണ്ടായിരുന്നു. അവരെ പിടിക്കാനായിട്ട് ഗവൺമെൻറ് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ആർക്കും അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരെവിടെയാണ് താമസിക്കുന്നത് ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ മോഷ്ടാക്കൾ അവരുടെ കഴുതയുമായിട്ട് മോഷ്ടിക്കാനായിട്ട് വന്നു. മോഷണം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് വീട്ടിലെ ആളറിഞ്ഞു വീട്ടിൽ മോഷണം നടക്കുകയാണ്. അദ്ദേഹം ഉടനെ പുറത്തിറങ്ങി ആളുകളെല്ലാം കൂട്ടി. അപ്പോൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ മോഷ്ടാക്കൾ അവരുടെ കഴുതയെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. കഴുത മാത്രം ശേഷിപ്പായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഇതിനെ വെച്ച് എന്ത് ചെയ്യാനാ? ആളുകളെല്ലാം മാറി. അപ്പോൾ അതിൽ വളരെ പ്രാർത്ഥിക്കുന്ന ദൈവവചനം വായിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. അദ്ദേഹം ആ കഴുതിയെ പതിയെ അതിൻ്റെ റൂട്ടിലൂടെ അതിനെ പറഞ്ഞു വിട്ടു. എവിടെയെങ്കിലും പോയിക്കോട്ടെ. പക്ഷേ ആരും അറിയാതെ ആ കഴുതിയുടെ പിന്നിൽ ഈ ഉദ്യോഗസ്ഥൻ പതിയെ പോയി. അങ്ങനെ ചെന്നപ്പോൾ ഒരു വലിയ പാറക്കൂട്ടത്തിൻ്റെ നടുക്ക് ഈ കഴുത പോയി നിന്നു. അവിടെ നിന്നൊരു പ്രത്യേക തരത്തിൽ ഈ കഴുത ശബ്ദമുണ്ടാക്കി. പെട്ടെന്ന് പാറക്കൂട്ടത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്ന കള്ളന്മാർ വന്നു. എടാ, നമ്മുടെ കഴുതയെ തിരിച്ചു വന്നു, നമ്മുടെ കഴുത തിരിച്ചു വന്നു. ഉടനെ ഈ ഉദ്യോഗസ്ഥൻ തൻ്റെ കൂടെയുള്ള ആളുകളെ കൂട്ടി ആ പാറക്കൂട്ടത്തിന് ചുറ്റും നിന്നു. എന്നിട്ട് ഈ കള്ളന്മാരെ പിടിച്ച് പോലീസിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു അവരെ ജയിലിലാക്കി. എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നറിയാമോ? ഈ ബുദ്ധി എവിടെ നിന്ന് കിട്ടിയെന്നറിയാമോ തനിക്ക്? താൻ ബൈബിളിലൊരു വാക്യം ഓർത്തു. എന്താണെന്നറിയാമോ? കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനെയും അറിയുന്നു. ആ വാക്യം തൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ് തനിക്ക് ഈ ആശയം ചെയ്യുവാൻ ഇടയായി തീർന്നത്. നോക്കുക, ദൈവവചനം ഏത് നിലയിലാണ് എപ്പോഴാണ് നമുക്ക് സഹായമായി തീരുക നമുക്കറിയില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെയെങ്കിൽ ബൈബിൾ നാം ദിനവും എന്ത് ചെയ്യണം? വായിക്കണം. ഓക്കെ, അപ്പം ദൈവവചനം വായിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുക. ഓക്കെ, ബൈ. അനുഭവങ്ങളുടെ കലവറ നിങ്ങൾക്ക് രുചിച്ചുവോ? എഴുതുക ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സുന്ദരവും സൗഭാഗ്യവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ.